ആ മാളമ്മയുടെ നല്ല സമയം. കറിയച്ച അവര് പറഞ്ഞ കേട്ടോ? കേട്ടു. എന്താ അതിന്റെ അർത്ഥം? നമുക്ക് വഴി തെറ്റിട്ടില്ല. പാടും. തന്തയുടെ നിപ്പ് കാണുമ്പോ നേരെ പോയി പോലീസിന് ഫോൺ ചെയ്യുമെന്നാ തോന്നുന്നു. അതിനെന്താ വക്കീലതയല്ലേ കൂടെ ഉള്ളത്? അയ്യോ, കുത്തിക്കൊന്നിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും പോലീസിനെ ഫേസ് ചെയ്യാം. പക്ഷെ ഈ ഒരു ഇടപാട് മാത്രം അയ്യോ. പുറകിലെങ്ങും ആരുമില്ല. എവിടെ പോയിട്ട് വരുന്നു? ഗോപാലൻ നായരെ വീട് വരെ. ഏത് ഗോപാലൻ നായർ? കുന്നമ്പുറത്തെ ഗോപാലൻ നായർ. അങ്ങനെ ഒരാളുണ്ടോ? ചെണ്ടക്കാരൻ ഗോപാലൻ നായർ. ഞങ്ങൾ അയാളെ ഒരു പഞ്ചവാദ്യത്തിന് വേണ്ടി ബുക്ക് ചെയ്യാൻ വന്നതാ. എന്നിട്ട് ബുക്ക് ചെയ്തോ? ഇല്ല. എന്തേ? എങ്ങനെ ബുക്ക് ചെയ്യാനാ? അദ്ദേഹത്തിന് സുഖമില്ല കിടക്കല്ലേ. വാത പിടിച്ചൊരു വശം തളർന്നു പോയില്ലേ. നിങ്ങള് മാളൂമ്മയുടെ വീട്ടിൽ പോയതല്ലേ? അതെ. എന്നിട്ട് എന്തേ പോന്നു കളഞ്ഞത്? അവരവിടെ ഇല്ല. താൻ ആരാ? സക്കറിയ. ഇവൻ ഹിലാൽ. ഞാൻ ഗോപി, അഡ്വക്കേറ്റ് ആണ്. അല്ല, ഇനിയിപ്പോ ചോദിക്കട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങളോ? ഞങ്ങൾ ഈ നാട്ടുകാരാ. അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ വഴിയോ പോണവരടുത്തൊക്കെ ആളാകാൻ നോക്കുന്നത്. എന്താണാകാൻ നോക്കുന്നത്? എന്താണെന്നോ അറിയണം നിർബന്ധം പറഞ്ഞുതരാം. പബ്ലിക് ന്യൂസൻസും ത്രട്ടണിങ്ങും എല്ലാത്തിനും വേണ്ടി അഴിയുടെ പുറകെ നിർത്തി കാണിച്ചു തരാം. എന്റെ പേരെന്താ പറഞ്ഞത്? ഹിലാൽ. ഹിലാൽ ആണെന്നാ തോന്നുന്നേ. ചോദിക്കാതെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാൽ അല്ല, അതെ, നിങ്ങളിങ്ങനെ ആലോചിച്ചു തന്നാലേ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഇനിയിച്ച് ഇവിടെ ലായം പറയാൻ തൊള്ള പറഞ്ഞാലേ അന്നെ മൂന്നിനെ മൊട്ടയടിച്ച് തുണിയില്ലാതെ പരസ്യമായിട്ട് പാതയെ കൂടെ പാരയുടെ നടത്തിക്കും. ചുണയുണ്ടെങ്കിൽ എന്തെങ്കിലും പറയണ. അങ്ങടെ മാറണോ? നാടകി നാടക്കടാങ്ങട്ട് പറയണത് കേട്ടോളി. ഇല്ലെങ്കിൽ മൂന്നിനെ അറിഞ്ഞ് പീസായിട്ട് ഇവിടെ നിരത്തും. നാടക തിരിഞ്ഞോക്കാ നടക്കടാ നടക്കടോ അങ്ങോട്ട്. വമ്പത്താരെ എടോ നായരെ, ആ കുന്ത്രണ്ട് അങ്ങോട്ട് നീക്കിട്ട് കൊടുക്കി. അങ്ങോട്ടിരുന്നോള. ഞാൻ പോയി വരണത് വരെ അവിടെ അനങ്ങാൻ നോക്കരുത്. ഞാൻ പോയിട്ട് വരാം. ഞാൻ വരുന്നത് വരെ
എന്നിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. വിടക്കം കൊണ്ടുവന്നാലാ? അപ്പൊ അതെന്റെ ഇഷ്ടം പോലെ. ആ, നിങ്ങള് മൂപ്പന്റെ അടുത്തേക്കാ? ആ, മൂപ്പനായിട്ട് ആലോചിച്ചിട്ട് ഇന്ന് എന്തെങ്കിലും പാടില്ലെന്ന് പറഞ്ഞിരിക്കുക. നിങ്ങള് ഇന്നലെ മൂപ്പനെ കണ്ട? അതെനിക്കറിയേണ്ട കാര്യം പറഞ്ഞതുപോലെ കേട്ടൂടാ. ആനങ്ങാൻ വേണ്ടി നമുക്കണേ. ഞാൻ വരാപ്പോ. ആരേ മൂപ്പൻ? എന്താ ചങ്ങായി അത്? സുലൈമാനിക്കാണല്ലോ നിങ്ങള് പോന്നോളി. എങ്ങോട്ട്? എങ്ങോട്ടാ നിങ്ങൾ വന്ന്? അങ്ങോട്ട് തന്നെ. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇത്തിരി ബുദ്ധിമുട്ടായി അല്ലേ? ഇനിയിപ്പൊ സാരല്ല, എന്റെ ഒപ്പം പോന്നോളിൻ. വേണ്ട. കുട്ടി, നിങ്ങൾ എന്താ കുട്ടികളെ ഒടിയനെ കണ്ട പാടെ നിൽക്കുന്നത്? എന്റെ വീട്ടിലേക്ക് ഞാനല്ലേ വിളിക്കുന്നത്? വരിന്നേ. 3 ആൺകുട്ടികളല്ലേ നിങ്ങള്? എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവോ? ഞങ്ങളെ കൊണ്ടാക്കി തരാം. നിങ്ങള് ബേജാറാവേണ്ട. വരും ചേട്ടാ. അല്ലെങ്കിൽ ആയാലും വന്നതല്ലേ, അങ്ങോട്ട് തന്നെ പോവാം അല്ലേ? പോവാം, കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്തു കുഴപ്പം? മൂപ്പം പറഞ്ഞു കഴിഞ്ഞാ പിന്നെ എന്തു കുഴപ്പം? പോവാ. മക്കളെയാ പിന്നെ എന്താടാ മോനെ? എന്താ പറഞ്ഞോ? പറഞ്ഞോ ഐദ്രോസേ? സുലൈമാനക്ക ഒന്നും പറയില്ല. അല്ല, ഞങ്ങള് പോരുന്നില്ല, ഇവിടെ നിൽക്കുകയാണ്. ആ, ഇത്രേ ഉള്ളത്. നിങ്ങൾ പറയാണ്ട് എനിക്കറിയില്ലേ? എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു കഴിച്ചോളിൻ. എന്താ ഇപ്പൊ ഇവിടെ ഉള്ളത്? പഴണ്ട്. നീ എന്നാ ഒന്ന് നന്നാവുക എന്റെ കുട്ടി ശങ്കര? ഈ വിദ്വാന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കാ ഭേദം. നിന്ന് മിഴിക്കാണ്ട് എന്റെ കുട്ടികൾക്ക് എന്താ നിനക്ക് കൊടുക്കാൻ സാധിക്കാന്ന് വെച്ചാ പറയാ. ചായ ഉണ്ടാക്കാം. പിന്നെ ഇത്തിരി സമയം തന്നാ പത്തിരിയോ ദോശയോ ഉണ്ടാക്കാം. ഇറച്ചിയുണ്ടോ? ഏയ്, അതൊന്നും ഇവിടെ കിട്ടില്ല. ഇറച്ചി നായര് തപസ് ഇരുന്നാ നടക്കില്ല. അപ്പൊ എന്താ നിനക്ക് സാധിക്കാന്ന് വെച്ചാ ചെയ്യ. നിന്റെ മിടുക്കെന്ന് കാണണം. അല്ല, ആ, ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ ഒടുവിൽ പിന്നെ ഞാൻ പറയണ കണക്ക്. കണക്കൊക്കെ നീ അങ്ങ് വീട്ടിൽ ഒന്ന് പറഞ്ഞാ മതി. ഇപ്പൊ എനിക്ക് അതും പറഞ്ഞ് നിൽക്കാൻ നേരമില്ല. നിങ്ങളെ ഏട്ടത്തി അനിയും തമ്മിൽ എന്ത് കണക്കാ എന്റെ നായരെ? നിങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ അവരത് തരുന്നില്ലേ? പിന്നിപ്പ എന്താ?